വട്ടവടയിലെ നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യത്തോടടുക്കുന്നു. പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യത്തെയും നീലക്കുറിഞ്ഞിയെയും ഒരുപോലെ സംരക്ഷിക്കുന്നതിനായാണ് നീലക്കുറിഞ്ഞി ഉദ്യാനമെന്ന ആശയം മുന്നോട്ടുവച്ചത്. 2006 അന്നത്തെ വനം വകുപ്പ് മന്ത്രി ബിനോയ് വിശ്വമാണ് വട്ടവട നീലക്കുറിഞ്ഞി ഉദ്യാനമായി പ്രഖ്യാപിച്ചത്. 2007 ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനമിറങ്ങി. എന്നാൽ ഭൂമിയുടെ സർവേയും അളന്നുതിരിക്കുന്ന നടപടികളും പൂർത്തിയാവാത്തത് പദ്ധതിക്ക് കാലതാമസം വരുത്തുകയായിരുന്നു. ഒരു പ്രത്യേക സസ്യത്തിന്റെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കുന്ന ദേശീയോദ്യാനമാണ് വട്ടവട നീലക്കുറിഞ്ഞി ദേശീയോദ്യാനം. വട്ടവടയിലും കൊട്ടക്കാമ്പൂരുമായി ദേവികുളം താലൂക്കിൽ ഏകദേശം 8000 ഏക്കറോളം ഭൂമിയിലാണ് നീലക്കുറിഞ്ഞി ദേശീയോദ്യാനം ഒരുങ്ങുന്നത്. ഭൂമിയുടെ സർവേ നടപടികൾ പൂർത്തിയാക്കി അതിർത്തി നിർണയിച്ച് സെറ്റിൽമെന്റ് ഓഫീസറായ ദേവികുളം സബ് കളക്ടർ നേരത്തെ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പ്രഖ്യാപനം നടത്തി 10 വർഷത്തിന് ശേഷമാണ് സർവേ നടപടികൾ പൂർത്തിയാക്കുന്നത്. വട്ടവട കൊട്ടക്കാമ്പൂർ വില്ലേജുകളിലെ 58, 62 ബ്ലോക്കുകളിൽ ഉൾപ്പെടുന്ന റവന്യൂ വനം ഭൂമികളിലാണ് ഉദ്യാനം സ്ഥാപിക്കുന്നത്. കൊട്ടക്കമ്പൂർ, കമ്പക്കല്ല്, കടവരി, വട്ടവട പ്രദേശങ്ങളിലുള്ള യൂക്കാലി തോട്ടങ്ങൾ ഉൾപ്പെടുന്ന റവന്യൂ ഭൂമിയും വനഭൂമിയുമാണിത്. യൂക്കാലി മരങ്ങൾ വെട്ടിനീക്കിയതിനു ശേഷം നീലക്കുറിഞ്ഞി വച്ചുപിടിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഉദ്യാനം യാഥാർത്ഥ്യമാകൂ. സർക്കാർ ഭൂമി അളന്നുതിരിക്കുന്നതുൾപ്പെടെ നടപടികൾ ആരംഭിച്ചതോടെ നിരവധി പരാതികളും ഉയർന്നിരുന്നു. 450 പരാതികളാണ് മുൻ ദേവികുളം സബ് കളക്ടർ തീർപ്പാക്കിയത്. ഭൂപ്രശ്നങ്ങളും തർക്കങ്ങളും ഉയർന്നതോടെ പലയിടത്തും നിർമ്മാണ നിരോധനവും ഉണ്ടായി. പഞ്ചായത്തിന്റെ പല റോഡ്, പാലം ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും വനം വകുപ്പ് തടഞ്ഞിരുന്നു. പട്ടയഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള അതിർത്തി നിർണയം പൂർത്തിയായതോടെ എല്ലാ തർക്കങ്ങൾക്കും പരിഹാരമാകുമെന്നും നീലക്കുറിഞ്ഞി ദേശീയോദ്യാനം കാലതാമസമില്ലാതെ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.